അല്ല, ഇറോം ശർമിള ശരിക്കും 16 വർഷം നിരാഹാര സമരം കിടന്ന ഒരു വ്യക്തിയാണ്. അവർ ഈ മണിപ്പൂരിൽ അഫ്സ്പ, മണിപ്പൂരിൽ നിന്നല്ല, ഈ നോർത്ത് ഈസ്റ്റിൽ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യസമര കാലത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ഈ അഫ്സ്പ. ഈ സൈനികർക്ക് പിന്നീട് ആർമിക്കൊക്കെ അമിതമായ അധികാരം നൽകുന്ന അത് തന്നെ. അത് കാശ്മീരിലുണ്ട്. അപ്പോൾ അത് നോർത്ത് ഈസ്റ്റിന് പ്രത്യേകമുള്ള ആക്റ്റാണ്. അതായത് അവിടെ പോലീസിനെക്കാളും പവർ ആർമിക്കാണ്. എന്തും ചെയ്യാം. അതിപ്പോൾ ഒരു വീട്ടിൽ കയറി ആരെയും പിടിച്ചിട്ട് പോവാം, ഒരു വീട്ടിൽ എന്നിട്ട് ഒരാളെ സംശയകരമായി തോന്നുന്ന സാഹചര്യത്തിൽ വെടിവെക്കാം. FIR പോലും ആർമിക്കെതിരെ ഇടാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ മിസ്സിങ് ആവുന്നു, ഒരുപാട് പേരെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ മരണപ്പെടുന്നു. അപ്പോൾ ഈ അവിടുത്തെ ഈ വിധവകളുടെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചു. അവിടെ കുറേ NGOകൾ ചേർന്നിട്ട്. അപ്പോൾ ആ ടൈമിൽ ഈ തഞ്ചം മനോരമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർക്കന്നൊരു 30 വയസ്സ് വരും. ഒരു ദിവസം മണിപ്പൂർ ടൗണിൽ തന്നെയാണ്, ഞങ്ങൾ അവരെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ കയറുന്നു, ആർമിക്കാർ വരുന്നു, വീട്ടിൽ സാധനങ്ങളൊക്കെ അടിച്ച് തകർക്കുന്നു, ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകുന്നു, വണ്ടിയിലിടുന്നു, പോകുന്ന വഴിയിൽ റേപ്പ് ചെയ്യുന്നു. ഓരോ ആർമിയിലുള്ളവരും റേപ്പ് ചെയ്തിട്ട് അവസാനം ഇവരെ വഴിയിൽ വലിച്ചെറിയുന്നു. ഇവർക്ക് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് കണ്ട ഒരാളാണ് വസ്ത്രം കൊണ്ടിട്ടത്. അങ്ങനെ ധാരാളം റേപ്പിംഗ് കേസുകൾ വരുന്നു. ഈ ആർമി തന്നെ റേപ്പിംഗ് കേസുകൾ വരുന്നു, മിസ്സിംഗ് പേഴ്സൺസ് വരുന്നു, ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വരുന്നു. ഇതിനെതിരെ ഈ ആക്ട് എടുത്ത് കളയണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം കിടന്ന വ്യക്തിയാണ് ഇറോം ശർമിള. 16 വർഷമാണ് അവർ കിടന്നത്.